രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 59-60 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 7 വേഴ്സസ് 59 and 60. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഇന്നത്തെ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ തലകളെ വണക്കുകയാണ്. അങ്ങയുടെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ കൂട്ടി വരുത്തിയിരിക്കുന്നുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ കേട്ട തിരുവചനം അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും അങ്ങനെ ആത്മാവ് അവിടുത്തെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ സംഭവങ്ങളും അവിടുത്തേക്ക് ഞങ്ങളോട് ചില കാര്യങ്ങൾ അറിയിക്കുവാനുള്ള മുഖാന്തരങ്ങളാണെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ താണിരിക്കുന്നപ്പ അവിടുന്ന് ഞങ്ങളോട് ഇടപെടണം, ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണം. അങ്ങേ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. അങ്ങയുടെ സഭയെ ശുദ്ധീകരിച്ചാട്ട് അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കിക്കാട്ട്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായ സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥനയോടെ ഇരുന്നാണ്. ഒരു വിശ്വാസിയുടെ ആത്മീക ജീവിതം ആശ്രയിച്ചിരിക്കുന്നത് ആ വ്യക്തിയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. നമുക്കറിയാം, പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു വിശ്വാസിയുടെ ആത്മബന്ധത്തിൻ്റെ തെളിവാണ്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ ആരോടാണ് കൂടുതൽ സംസാരിക്കുന്നത്? നമുക്ക് ആരോടാണോ കൂടുതൽ ബന്ധമുള്ളത് അവരോടാണ് കൂടുതൽ സംസാരിക്കുന്നത്. നമ്മൾ ഓരോ വ്യക്തികളോട് സംസാരിക്കുന്നത് ഓരോ രീതിയിലല്ലേ? ഒരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഒരേ വാക്കുകളായിരിക്കാം. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് നാം എങ്ങനെ നമ്മുടെ ഈ വാക്കുകൾ ആ വ്യക്തിയിലേക്ക് ഒഴുകി ചെല്ലുന്നു, ആ വ്യക്തിയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ അത് ആശ്രയിച്ചിരിക്കുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലാണ്. ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അറിയാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതം കാണുമ്പോൾ അറിയാം ആ വ്യക്തിയുമായി ദൈവത്തിനുള്ള ബന്ധം, അല്ലെങ്കിൽ ദൈവവുമായിട്ട് ആ വ്യക്തിക്കുള്ള ബന്ധം. How does a man who knows God pray to him? What is the style of a man who is having a close and intimate relationship with God prays to him? ദൈവവുമായിട്ടുള്ള ആത്മീക ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വസിക്കുന്ന ഒരു വ്യക്തി, ദൈവവചനത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ മറ്റു പല വ്യക്തികളും പ്രാർത്ഥിക്കുന്നത് പോലെയാണോ? അതല്ലെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് തെളിവായി കാണിക്കുന്നു. നമുക്കറിയാം, യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് അപ്പോസ്തലന്മാർ കടന്നു വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എന്തുകൊണ്ടാണ് അവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയുന്നത്? കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അവർ യഹൂദ മതത്തിൽ ജീവിക്കുന്നവരാണ്, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരാണ്, ദൈവഭയമുള്ള കുടുംബങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ടവരാണ്. ചെറുപ്രായം മുതൽ തന്നെ യഹോവയായ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന്, ദൈവത്തെ എങ്ങനെ ഭയപ്പെടണമെന്ന്, യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിലെ പ്രമാണങ്ങൾക്ക് എങ്ങനെ കീഴ്പ്പെടണമെന്ന്, ഇതൊക്കെയും അവരുടെ ചെറുപ്പം മുതൽ തന്നെ അവരുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ അഭ്യസിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സിനഗോഗുകളിൽ റബ്ബിമാര് അഭ്യസിപ്പിക്കുന്നു. അപ്പം അവർ പ്രാർത്ഥിക്കാൻ പഠിച്ചിട്ടില്ലേ ഇന്ന് വരെ? പിന്നെ എന്തുകൊണ്ടാണ്
യേശു കർത്താവിനേക്കാൾ പ്രായമുള്ള തൻ്റെ അപ്പോസ്തലന്മാർ പോലും കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് ആവശ്യപ്പെട്ടത്. കാരണം കഴിഞ്ഞ ചില നാളുകളായി കർത്താവിനെ അവർ നോക്കിയപ്പോൾ, ഒരു പക്ഷേ ചില മാസങ്ങളായി നോക്കിയപ്പോൾ, കർത്താവുമായി അവർ ബന്ധപ്പെട്ട, കർത്താവുമായി സമ്പർക്കത്തിൽ വന്ന് നാളെ മുതൽ ഇങ്ങോട്ട് നോക്കിയപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ അവർക്ക് ചില വ്യത്യാസങ്ങൾ കാണുവാൻ കഴിയുന്നു. തങ്ങളുടെ റബ്ബിമാര് പ്രാർത്ഥിച്ച രീതിയിലല്ല കർത്താവ് പ്രാർത്ഥിക്കുന്നത്. തങ്ങളുടെ മാതാപിതാക്കൾ തങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു കാണിച്ച മാതൃകയിലോ തങ്ങളുടെ മൂപ്പന്മാർ മാതൃക കാണിച്ചു തന്ന വഴികളിലോ അല്ല കർത്താവ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊരു വ്യത്യാസം കാണുവാൻ കഴിയുന്നു. It is something like an intimate communication with someone who is invisible. അദൃശ്യനായ ഒരുവനോട് ഒരാത്മബന്ധത്തിൽ വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു ശൈലി അപ്പോസ്തലന്മാർക്ക് കർത്താവിൽ കാണുവാനായിട്ട് കഴിയുന്നു. ഇതുവരെ അവരത് കണ്ടിട്ടില്ല. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവവുമായിട്ട് ആത്മബന്ധമുള്ള ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ ശൈലി, പ്രാർത്ഥനാ രീതി ദൈവത്തെ അറിയാത്ത മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ദൈവവചനത്തിനുടനീളം അനേക ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നുണ്ട്. പല സാഹചര്യങ്ങളിൽ അവർ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ സമയത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിന്റെയും പ്രതികൂലത്തിന്റെയും കഷ്ടതയുടെയും ഞെരുക്കത്തിന്റെയും പീഡനത്തിന്റെയും മധ്യത്തിൽ അവർ ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നു. ഇതൊക്കെ പല സാഹചര്യങ്ങളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതെന്തിനാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി നമുക്ക് തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, സമാനമായ ജീവിത അനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ നമ്മളിൽ പലരും കടന്നുപോയി എന്ന് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടതൊക്കെയും അവൾക്ക് വേണ്ടതൊക്കെയും അന്വേഷിച്ച് കണ്ടെത്തുവാൻ തക്കവണ്ണം ലോകത്തിന്റെ മാതൃകയിലേക്കല്ല അവർ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, നമുക്ക് ജീവിപ്പാൻ തക്കവണ്ണം തന്നിരിക്കുന്ന മാതൃക അടങ്ങിയിരിക്കുന്ന ഈ വിശുദ്ധ തിരുവെഴുത്തുകളിലേക്ക് നമ്മൾ നോക്കണം. അതിൽ നമ്മൾ ആലോചനകൾ കണ്ടെത്തണം. ഈ ദൈവവചനത്തിൽ ഉപദേശങ്ങൾ മാത്രമല്ല ഉള്ളത്, കമാൻഡ് അല്ലെങ്കിൽ കൽപ്പനകൾ മാത്രമല്ല ഉള്ളത്, ഇതിനകത്ത് മാതൃകകളുമുണ്ട്. ദൈവഭക്തന്മാർ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ദൈവത്തിന്റെ ഭക്തന്മാർ, ദൈവ ആലോചനയാൽ നടത്തപ്പെട്ട ദൈവഭക്തന്മാർ ജീവിച്ച രീതിയുടെ മാതൃകകളും ഈ പുസ്തകത്തിൽ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. എന്തിന്? നമുക്ക് അന്വർത്തിക്കുവാൻ തക്കവണ്ണം, നമുക്ക് അനുഗമിക്കുവാൻ തക്കവണ്ണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുപോലൊരു മാതൃകയാണ് ഇന്നത്തെ രാത്രി നമ്മൾ വായിച്ചു കേട്ടത്. സഹോദരങ്ങളെ, ഹല്ലേലൂയ, നമ്മളിവിടെ ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, എങ്ങനെ ദൈവം ഏത് പ്രാർത്ഥനയാണ് അംഗീകരിക്കുന്നത്? ഏത് പ്രാർത്ഥന കേൾക്കുമ്പോഴാണ് ദൈവം തന്റെ ചെവി നമ്മളിലേക്ക് ചായ്ക്കുന്നത്? ഏത് പ്രാർത്ഥനയാണ് ദൈവം സ്വർഗത്തിൽ സ്വീകരിച്ച പ്രാർത്ഥന? ഇതിന്റെ രീതികൾ എങ്ങനെയാണ്? ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യര് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോഴോ, അല്ലെങ്കിൽ അതിന്റെ വഴികൾ ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴൊന്നും അല്ല. പിന്നെയോ അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന മാതൃകകൾ നമ്മൾ കണ്ടു മനസ്സിലാക്കുമ്പോഴാണ്. ചില ഭക്തന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ചുറ്റും നടന്നത്, അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നത്, അവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചത്, ചില വിഷയങ്ങളിൽ ദൈവം ഇടപെട്ടത് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പലപ്പോഴും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനാ രീതികളിൽ വരുന്ന വ്യത്യാസം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സാഹചര്യങ്ങളിൽ വരുന്ന വ്യത്യാസം. സന്തോഷമുള്ള ഒരു ദിവസം നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്നതും, ദുഃഖം ഹൃദയത്തിൽ നിറയുന്ന ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും, ചുറ്റുപാടും പ്രതികൂലം വർദ്ധിക്കുന്ന സമയത്ത് ഭയം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഹല്ലേലൂയ, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ, നമ്മുടെ പ്രാർത്ഥനാ ശൈലിയെ നമ്മുടെ സാഹചര്യങ്ങൾ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഓർക്കണമേ, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും, മറ്റാരും അടുത്തിരിക്കുന്നവർ കേൾക്കാതെ വണ്ണം ദൈവസന്നിധിയിൽ നിന്ന് മന്ത്രിച്ച് പ്രാർത്ഥിക്കുമ്പോഴും, ദൈവമഹത്വത്തിനു വേണ്ടി വായെ തുറന്ന് കേൾക്കുന്ന ശബ്ദത്തിന്റെ ഏറ്റവും ഉച്ചകോടിയിൽ നിന്നുകൊണ്ട് ഹൃദയത്തെ ദൈവസന്നിധിയിൽ നിന്ന് പകർന്നു പ്രാർത്ഥിച്ചാലും
സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് ദൈവവചനത്തിൻ്റെ പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. Prayer moves the heart of God. It strengthens the believer. It opens the door for divine intervention. Even if the answers do not come immediately, but the Holy Spirit would work in our heart to believe that God is still working behind the scenes so that His will would happen in the days to come. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഉത്തരം ഉടനെ നമുക്ക് ലഭിച്ചില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നു എന്നുള്ള തെളിവ് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാഹചര്യങ്ങളിൽ നമുക്ക് തെളിവായി ഒന്നും കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ദൈവം നമ്മളിൽ നിന്ന് ഒത്തിരി അകന്നു പോയിരിക്കുന്നു എന്നുള്ള തോന്നൽ മാനുഷികമായി നമ്മുടെ ജഡത്തിൽ കടന്നു വന്നുവെങ്കിലും ഒരു കാര്യം ഓർക്കണമേ, ദൈവവുമായി ആത്മീയ ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശ്രേഷ്ഠമേറിയ ഒരു അനുഭവത്തിലാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം ഞാൻ ഒന്നുകൂടെ വായിച്ചിട്ട് ആ ഭാഗത്തേക്ക് ഒന്ന് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഇതാ സ്തേഫാനോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. സ്തേഫാനോസ് തന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് താൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കുകയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഇവിടെ നോക്കിയൊക്കെ ഒരു ഭക്തന്റെ പ്രാർത്ഥന നമ്മുടെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു മാതൃക ഇവിടെ കാണിച്ചു തന്നിരിക്കുകയാണ്. സ്വർഗം സ്വീകരിച്ച ഒരു പ്രാർത്ഥന, സ്വർഗം തുറന്ന ഒരു പ്രാർത്ഥന, ദൈവമഹത്വം ഇറങ്ങി വന്ന ഒരു പ്രാർത്ഥന. വ്യക്തമായി ദൈവം ഈ പ്രാർത്ഥന കേട്ടു എന്നുള്ള തെളിവ് സഹിതം പരിശുദ്ധാത്മാവോട് വെളിപ്പെടുത്തി തന്നിരിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ലുക്ക് ഇൻടു ദ ലൈഫ് ഓഫ് ദി സ്റ്റീഫൻ. ഈ സ്തേഫാനോസിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ഏതെങ്കിലും ഒരു പീസ്ഫുൾ സാങ്ച്വറിയിൽ ഇരുന്നു കൊണ്ട് ശാന്തമായിട്ട് അവൻ പ്രാർത്ഥിക്കുകയല്ലായിരുന്നു. പ്രാർത്ഥന ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ മുറിയിൽ കയറി ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് ശാന്തമായ ഒരു കോണിൽ ഇരുന്നു കൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയല്ലായിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ പലരുടെയും ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് കിടക്കുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിക്കുകയല്ലായിരുന്നു. അവൻ പ്രാർത്ഥിച്ചത് ഏത് സാഹചര്യത്തിലാണെന്നറിയാമോ? തനിക്ക് നേരെ കല്ലുകൾ ചീറി വരുന്നത് കണ്ട്, തനിക്ക് നേരെ തന്നെ ഏത് നിമിഷവും കൊല്ലുവാൻ തക്കവണ്ണം ആക്രോശിച്ചുകൊണ്ട് കോപത്താൽ അന്ധരായി തീർന്ന ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന സ്തേഫാനോസാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. He was praying this prayer in the middle of pain, rejection, hatred and death. ഹല്ലേലൂയ. അവിടെയാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണമേ, എല്ലാ സാഹചര്യങ്ങളിലും പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല. ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ പറ്റുമെന്നുള്ള തോന്നൽ പോലും നമുക്കില്ല. പ്രാർത്ഥിക്കുവാൻ നമുക്ക് മൂടില്ലെന്ന് പറയും. ഹല്ലേലൂയ. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലകുനിക്കുമ്പോൾ, മുഴങ്കാലിരിക്കുമ്പോൾ ഭയമാണ് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നതെങ്കിൽ ആ നിമിഷം പ്രാർത്ഥിക്കുവാനുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടും. അതല്ല, ചില സമയത്ത് നാം പ്രാർത്ഥിക്കുവാനായി മുഴങ്കാലിൽ ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ ആ വിഷയങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തികൾക്ക് ഫലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാക്കി വെച്ച ചില വിഷയത്തിന്റെ മധ്യത്തിൽ, അല്ലെങ്കിൽ ഭവനത്തിൽ ചില സമ്മർദ്ദങ്ങൾ വന്നപ്പോൾ അതിന്റെ മധ്യത്തിൽ ഉണ്ടായ ഒരു കഷ്ടതയുടെ നടുവിലാണ് ദൈവത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ മുഴങ്കാൽ മടക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ ആ കോപം എന്ത് ചെയ്യുമെന്നറിയാമോ? ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിലുള്ള കൃപയെ നശിപ്പിക്കും. ഏതെങ്കിലും വ്യക്തികളോടുള്ള പകയോടുകൂടി ദൈവസന്നിധിയിൽ നാം മുഴങ്കാൽ മടക്കി ഹല്ലേലൂയ നമ്മുടെ ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ ബിറ്റർനെസ്, ആ കയ്പ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ശാന്തതയെ, ആ പീസിനെ നഷ്ടപ്പെടുത്തി നമ്മുടെ ആത്മാവിനെ അൺറെസ്റ്റിലേക്ക്, അശാന്തതയിലേക്ക് നയിക്കും. അശാന്തതയിൽ വന്ന, അൺറെസ്റ്റിൽ വന്ന ഒരു ആത്മാവിന് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല.
എന്നാൽ ഇവിടെ നോക്കിക്കേ, ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം ഈ ദൈവദാസനുണ്ട്. ഹല്ലേലൂയ. അവന്റെ നേർക്ക് കല്ലുകൾ ആഞ്ഞു വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിക്കണമേ സഹോദരങ്ങളെ, എന്തിനാണ് അവൻ കല്ലെറിയപ്പെട്ടത്? എന്തിനാണ് ഈ സാഹചര്യത്തിന്റെ നടുവിലാകാൻ അകപ്പെട്ടത്? എന്തെന്നറിയാമോ? ഈ 7-ാം അധ്യായം മുഴുവനും ഒന്ന് പഠിക്കണം. അബ്രഹാം മുതൽ ഇങ്ങോട്ട് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ജീവിതം മുഴുവനും തന്റെ ചുറ്റും നിന്നിരിക്കുന്ന പുരുഷന്മാരോട്, പുരോഹിതന്മാരോട്, മൂപ്പന്മാരോട്, തന്റെ സമപ്രായക്കാരും അതിനു മുകളിലുള്ളവരുമായി, തന്റെ ഒരുപക്ഷെ തന്നെ മാതാപിതാക്കൾ അതിനകത്തുണ്ടാകാം, തന്റെ സഹോദരങ്ങൾ, കൂട്ടുകാരുണ്ടാകാം. ഹല്ലേലൂയ. അവരോടൊക്കെയും അവരുടെ പിതാക്കന്മാരെ കുറിച്ച് ബോധിപ്പിച്ചു. അവരുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ വന്ന കുറവുകളെ കുറിച്ച് അവൻ വെളിപ്പെടുത്തി. പിന്നെ താഴേക്ക് വായിച്ചു വരുമ്പോൾ മോശയെ കുറിച്ച് പറയുന്നുണ്ട്. മോശ കൊടുത്ത ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ന്യായപ്രമാണത്തെ ലംഘിച്ച് ജീവിച്ച തങ്ങളുടെ പിതാക്കന്മാരെ കുറിച്ച് സ്തെഫാനോസ് അവരോട് പറയുന്നു. ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഹല്ലേലൂയ അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗം അയച്ച മിശിഹായെ കുറിച്ച് പറയുന്നു. എന്നാൽ ആ മിശിഹ തങ്ങളുടെ രക്ഷകനാണെന്ന് അറിയാതെ അവരെ മിശിഹയെ ഉപദ്രവിച്ചത്, അവനെ തള്ളിക്കളഞ്ഞത്, അവൻ ദാനമായി കൊണ്ടുവന്ന, സൗജന്യമായി കൊണ്ടുവന്ന രക്ഷയെ തിരസ്കരിച്ചത്, ദൈവകോപത്തിന്റെ കീഴിൽ അവരാണെന്നും അവർക്ക് വരുവാൻ പോകുന്ന ന്യായവിധി ഇങ്ങനെയാണെന്നും അവരോട് സത്യം തുറന്നു പറഞ്ഞപ്പോഴാണ് അവർ ആക്രോശിച്ചുകൊണ്ട്, കോപത്തോട് നിലവിളിച്ചുകൊണ്ട് അവന്റെ നേർക്ക് ചാടി വന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്നാൽ സ്തെഫാനോസിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ, ഈ വിദ്വേഷത്തിന്റെ നടുവിൽ, അവർ പ്രതികാരം കാണിക്കുന്ന ആ സാഹചര്യത്തിന്റെ നടുവിൽ അവന്റെ ഹൃദയത്തിലെ ശാന്തി നഷ്ടപ്പെട്ടില്ല, അവന്റെ ഹൃദയത്തിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടില്ല, അവന്റെ ഹൃദയത്തിലെ സമാധാനം നഷ്ടപ്പെട്ടില്ല, അവന്റെ ഹൃദയത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ ഇവിടെ നോക്കിക്കേ, അവന്റെ ഹൃദയം സ്ഥിരമായിരുന്നു ദൈവസന്നിധിയിൽ. ഇന്നത്തെ രാത്രി നമ്മൾ അതാ ഒന്ന് പഠിക്കാൻ പോകുന്നു, അതെങ്ങനെ സംഭവിച്ചുവെന്ന്. പ്രാർത്ഥനയുടെ ചില മർമ്മങ്ങൾ ഇന്നത്തെ രാത്രി നമ്മൾ കേൾക്കുവാനായിട്ട് പോവുകയാണ്. എന്റെ കർത്താവേ, എന്റെ പ്രാർത്ഥനാ ജീവിതം പലപ്പോഴും ആടി ഉലയുകയാ. എന്റെ പ്രാർത്ഥനാ ജീവിതം എന്റെ മൂടനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. ചില ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ എനിക്ക് നല്ല മൂടുണ്ട്, ചില ദിവസങ്ങളിൽ എനിക്ക് പ്രാർത്ഥിക്കുവാൻ മൂടില്ല. വെറും വാക്കുകൾ മാത്രം എന്റെ നാവിൽ നിന്ന് പുറത്തു വരുമ്പോൾ എന്റെ ഹൃദയം വിശ്വാസമില്ലാതെ അങ്ങോട്ട് റിബൽ ചെയ്യുകയാണ്. എന്റെ ഹൃദയം അങ്ങയുടെ സന്നിധിയിൽ നിന്ന് മാറിപ്പോവുക. ഞാൻ വിശ്വസിക്കുന്നു എന്റെ ശരീരം ഇരിക്കുന്നത് അങ്ങയുടെ സാന്നിധ്യത്തിലാണ്, പക്ഷെ എന്റെ ഹൃദയം അവിടെ ഇല്ല. എന്നാൽ എങ്ങനെ ഈ ഭക്തന് അവന്റെ ആത്മാവും ദേഹവും ഒരിടത്ത് വെച്ചുകൊണ്ട് തന്നെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായപ്പോൾ, മരണത്തിന്റെ തൊട്ടു മുമ്പ് താൻ മരിക്കുവാൻ തുടങ്ങുമ്പോൾ എങ്ങനെ ഇങ്ങനെ ശാന്തമായി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണമേ സഹോദരങ്ങളെ, വലിയ അത്ഭുതങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. His final words were not the words of revenge, but of trust. Not the words of hatred, but of forgiveness. In his darkest hour, Stephen reflected the very character of Jesus Christ. Hallelujah. അവന്റെ അവസാനത്തെ വാക്കുകൾ, താൻ മരിക്കാൻ പോകുമ്പോൾ അവസാനമായി പറഞ്ഞ വാക്കുകൾ വിദ്വേഷത്തിന്റെ വാക്കുകളല്ല, ക്ഷമിക്കുവാനുള്ള വാക്കുകളാണ്. ഹല്ലേലൂയ. അവരോട് പ്രതികാരത്തിന്റെ വാക്കുകളല്ല. കർത്താവേ, യഹോവയായ ദൈവമേ, സർവശക്തനായ പിതാവേ, ഇവരെന്നോട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കർത്താവേ നീ നോക്കണമേ, അവർക്ക് പ്രതികാരം കൊടുക്കണമേ എന്നുള്ള പ്രതികാരത്തിന്റെ വാക്കുകളല്ല അവൻ പ്രാർത്ഥിച്ചത്. അവൻ പ്രാർത്ഥിച്ചത് ക്ഷമയുടെ വാക്കുകളാണ്. തൻ്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം പോലും അവൻ റിസംബിൾ ചെയ്ത, അവൻ കാണിച്ച സ്വഭാവം തൻ്റെ നാഥനായ ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. യേശു കർത്താവ് കാൽവറി ക്രൂസിൽ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയെ അവൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? പിതാവേ, ഇവരുടെ പാപം ഇവരോട് കണക്കിടരുതേ. പ്രൈസ് ഗാഡ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്നത്തെ രാത്രി ഈ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ആ പ്രാർത്ഥനാ ജീവിതത്തിൽ ഹല്ലേലൂയ, ഭൗതികമായ സമ്മർദ്ദങ്ങളോ ഭൗതികമായ സാഹചര്യങ്ങളോ സ്വാധീനിക്കാതെ വണ്ണം ഒരു സ്ഥിരമായ മനസ്സ്, വിശ്വാസം നിറഞ്ഞൊരു മനസ്സ്, സമാധാനം നിറഞ്ഞൊരു മനസ്സ്, സ്വസ്ഥത നിറഞ്ഞൊരു മനസ്സ്, ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വ്യക്തമായി തിരിച്ചറിവ് ഇന്നത്തെ രാത്രി ഈ ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല, ദൈവവുമായി ഏത് ബന്ധത്തിൽ ജീവിക്കുന്നു, നമ്മളിൽ നിന്ന് എത്ര അകലെയാണ് ദൈവം. Is it too far from us or is it near to us?
This is the question today. Are we crying out to a Lord who is dwelling, who is in residence at a distant place, or is he just near you? That makes the difference how you and I pray. നമുക്കറിയാമോ, ഇവിടെ നിന്നൊരു 100 മീറ്റർ അല്ലെങ്കിൽ ഒരു 150 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാളെ വിളിക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെ വിളിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒന്ന് ശ്രദ്ധിച്ച്. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെ വിളിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് എന്തൊരു ശാന്തതയാണ്, അല്ലേ? ശാന്തമായി പതുക്കെ വിശ്വാസത്തിൽ ആ വ്യക്തി കേൾക്കുന്നു എന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ വിളിക്കുന്നത്. എന്നാൽ നമ്മളിന്ന് ദൂരെ ഒരു വ്യക്തിയെ വിളിക്കുകയാണെങ്കിലോ, നമ്മുടെ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടോ? ഉച്ചത്തിൽ ആ വ്യക്തി കേൾക്കുമോ ഇല്ലയോ എന്നുള്ള അറിവ് നമുക്കില്ല, വിശ്വാസമില്ല. കേൾക്കണമെന്നുള്ള ബോധ്യത്തിൽ we are forcing that voice, അല്ലേ? So that makes a difference. How do you believe? Is God standing afar of you, or is he standing near you? ദൈവം നിന്നിൽ നിന്ന് ഒത്തിരി അകലെയാണോ നിൽക്കുന്നത്, അതോ ദൈവം നിന്റെ തൊട്ടടുത്താണോ? അതായത് പിതാവ് നിന്നിൽ നിന്ന് ഒത്തിരി അകലെയാണോ നിൽക്കുന്നത്, അതോ പിതാവ് നിന്റെ തൊട്ടടുത്താണോ നിൽക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് ഈ വചനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട്, ഹല്ലേലൂയ, കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്ത ശ്രേഷ്ഠമേറിയ ദൈവിക മർമ്മങ്ങളെ ഇന്നത്തെ രാത്രി എന്നോട് സംസാരിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, സ്റ്റീഫൻസ് പ്രേയർ റിവീൽഡ് കംപ്ലീറ്റ് സറണ്ടർ. പൂർണ്ണമായ ഒരു സമർപ്പണമാണ് ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഇവിടെ ഏറ്റവും വേസ്റ്റ് ആയിരിക്കുന്ന ഒരു ആബ്സല്യൂട്ട് ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഇതുപോലൊരു സാഹചര്യത്തിൽ നമ്മൾ ആരെങ്കിലും എത്തുമോ? നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ എത്തുവാൻ പറ്റുന്ന ഏറ്റവും മോശമായ, ഏറ്റവും പ്രതികൂലമായ, ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ് ഈ ദൈവഭക്തൻ എത്തിയിരിക്കുന്നത്, സ്തെഫാനോസ്. പക്ഷെ നമ്മളവിടെ കാണുന്നത് സമ്പൂർണമായ സമർപ്പണത്തിലുള്ള പ്രാർത്ഥനയാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം പഠിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥന സമ്പൂർണമായ സമർപ്പണത്തിലുള്ള പ്രാർത്ഥനയായിരിക്കണം. എന്താ ഈ ഭക്തൻ പ്രാർത്ഥിച്ചെന്നറിയാമോ? റിസീവ് മൈ സ്പിരിറ്റ്. എന്താണെന്നറിയാമോ? എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. 59-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന തന്നെ ഒരു സമർപ്പണത്തിന്റെ പ്രാർത്ഥനയാണ്. ദാറ്റ് ഈസ് ദ പ്രേയർ ഓഫ് സബ്മിഷൻ. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? സ്തെഫാനോസിന് മനസ്സിലായി, എൻ്റെ ജീവൻ ദൈവത്തിനുള്ള ജീവനാണ്. മൈ ലൈഫ് ബിലോങ് ടു ഹിം. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയുന്നത്, ഹല്ലേലൂയ, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. Because he knows that ultimately I am going to him. ഞാൻ അവന്റെ അടുക്കലേക്ക് പോകാനുള്ളവനാണ്. എൻ്റെ അവസാനത്തെ ലക്ഷ്യം അവനെയാണ്. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ ചില വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ എത്തുവാനുള്ള ഒരു ഇടത്തിലാണ് ഞാൻ ഇപ്പോൾ എത്താൻ പോകുന്നത്. ആ പൂർണ്ണ ബോധ്യത്തിലാണ് കർത്താവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചത്. അത് മാത്രമല്ല, ഈ ഭക്തനൊരു കാര്യം അറിയാം. കല്ല് തന്നെ എറിയുമ്പോൾ, അവർ കല്ലുകൊണ്ട് എറിയുമ്പോൾ, അവർ തന്നെ വലിച്ചു കീറുവാൻ തക്കവണ്ണം ആക്രോശത്തോടെ കടന്നു വരുമ്പോൾ അവർക്ക് ഒന്നിനു മാത്രമേ കഴിയൂ. അവരുടെ കർത്താവ് അവന്റെ ശരീരത്തെ നശിപ്പിക്കുവാൻ മാത്രമേ അവർക്ക് കഴിയൂ. എന്നാൽ അവന്റെ ആത്മാവിനെ തൊടുവാൻ, അവരുടെ ജീവനെ തൊടുവാൻ അവർക്ക് അവകാശമില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പ്രാർത്ഥനയുടെ മധ്യത്തിൽ നീയും ഞാനും മനസ്സിലാക്കേണ്ടത് ഇതാ. ഹല്ലേലൂയ. ഈ ലോകത്തിന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്ന നമ്മുടെ ശരീരത്തെ ചെയ്യാനേ കഴിയത്തുള്ളൂ. ഈ നമ്മുടെ ഭൗതിക ജീവിതത്തെ ഞെരുക്കാനേ അവർക്ക് കഴിയത്തുള്ളൂ. നമ്മുടെ ആത്മീക ജീവിതത്തെ തൊടുവാനോ, നമ്മുടെ പ്രാണനെ തൊടുവാനോ, നമ്മുടെ നിത്യതയെ തൊടുവാനോ, മരണശേഷമുള്ള നമ്മുടെ നിത്യജീവിതത്തെ സ്പർശിക്കുവാനോ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏത് സാഹചര്യങ്ങളിൽ ആര് നമ്മളെ ഞെരുക്കുവാൻ ശ്രമിച്ചാലും, നമുക്കുള്ള നന്മകൾ തടയുവാൻ ശ്രമിച്ചാലും, നമുക്കെതിരെ പ്രതികൂലമായി നിന്നാലും, നമ്മെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുപോയാലും, ഒരു കാര്യം ഓർക്കണമേ, they can do it only for a temporal time, a short time. ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് മാത്രമേ അവർക്ക് എന്തെങ്കിലും ഭൗതികമായി എന്നെ ചെയ്യുവാനായിട്ട് കഴിയൂ. പക്ഷേ എൻ്റെ ജീവിതത്തെ നിത്യമായി സൂക്ഷിക്കുന്ന ദൈവത്തിന് മാത്രമേ എൻ്റെ ആയുസ്സിന്റെ മേൽ, എൻ്റെ ആത്മാവിന്റെ മേൽ, എൻ്റെ ജീവന്റെ മേൽ, എൻ്റെ ഭാവിയുടെ മേൽ അധികാരമുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ നാം പൂർണ്ണമായി സമർപ്പിക്കുന്നത്.
അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിക്കാൻ നമ്മൾ പോകാത്തത്. ഹല്ലേലൂയ. മനുഷ്യന്റെ മുമ്പിൽ എക്സ്ക്യൂസ് ചെയ്യാൻ പോകാത്തത്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് സത്യം പറഞ്ഞതുകൊണ്ട്, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നുകൊണ്ട് ദുഷിയും നിന്ദയും പകയും നീ ഏൽക്കുമ്പോൾ, പ്രതികൂലം നിന്റെ നേരെ വരുമ്പോൾ, പീഡനം നിന്റെ നേരെ വരുമ്പോൾ, ഇത് ചെയ്യുന്നവരോട് കോംപ്രമൈസ് ചെയ്യാൻ പോകാതെ, ഹല്ലേലൂയ, നിന്റെ വിശ്വാസത്തിന് വേണ്ടി നീ ഉറപ്പോടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിന്റെ ജീവിതം കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ജീവിതമായതുകൊണ്ട്. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിന്മേൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാ: പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അത് തന്നെയാണ് സ്തെഫാനോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ചിന്തിക്കണമേ, അത് തന്നെയാണ് സ്തെഫാനോസ് ഇവിടെ സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദൈവമക്കളെ, കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിൽ അറിയാം. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇതുപോലെ എഴുതപ്പെട്ട ഒരു പുസ്തകം സ്തെഫാനോസിന്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 14-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ പുസ്തകം പ്രിന്റിംഗ് ആയതും പ്രിന്റഡായി നമ്മുടെ കയ്യിലൊക്കെ കിട്ടിയത്. പിന്നെ എങ്ങനെ യേശു കർത്താവ് പറഞ്ഞ അതേ വാക്കുകൾ സ്തെഫാനോസിന് പറയുവാനിടയായി? ഒരൊറ്റ രഹസ്യം അതിന്റെ പിന്നിൽ. ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ ആത്മാവാണ് സ്തെഫാനോസിൽ വ്യാപരിച്ചത്. ക്രിസ്തുവിന്റെ ആത്മാവാണ് സ്തെഫാനോസിൽ വ്യാപരിച്ചത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ വസിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കപ്പെടുന്നതെങ്കിൽ, ഹല്ലേലൂയ, 1-ാം നൂറ്റാണ്ടിലെ ഭക്തന്മാർ എങ്ങനെ ജീവിച്ചുവോ, 19-ാം നൂറ്റാണ്ടിലെ ഭക്തന്മാർ എങ്ങനെ ജീവിച്ചുവോ, 20-ാം നൂറ്റാണ്ടിലെ ഭക്തന്മാർ എങ്ങനെ ജീവിച്ചുവോ, അതേപോലെ തന്നെ അതേ മാതൃകയിൽ, അതേ പ്രമാണങ്ങളിൽ, അതേ ജീവിത ശൈലിയിൽ ഞാനും നീയും ഇന്നും ജീവിക്കും. സംസ്കാരം അനുസരിച്ച് നമ്മൾ മാറത്തില്ല, ടെക്നോളജി അനുസരിച്ച് നമ്മൾ മാറത്തില്ല, ലോകത്തിന്റെ സമ്മർദ്ദം അനുസരിച്ച് നമ്മൾ മാറത്തില്ല, ലോകത്തിന്റെ ശൈലി അനുസരിച്ച് നമ്മൾ മാറത്തില്ല. 1-ാം നൂറ്റാണ്ടിൽ ഭക്തന്മാരെ നടത്തിയ ദൈവാത്മാവാണ് ഇന്നും എന്നെയും നിന്നെയും നടത്തുന്നതെങ്കിൽ, ദൈവാത്മാവ് ഒരിക്കലും അവന്റെ ശൈലി മാറ്റത്തില്ല. അവനൊരു ഒറ്റ ശൈലിയേ ഉള്ളൂ, അത് ഭക്തിയുടെ ശൈലിയാണ്, ദൈവഭയത്തിന്റെ ശൈലിയാണ്. മറന്നു പോകരുത് സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു സറണ്ടറിങ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ദിസ് അൾട്ടിമേറ്റ് സറണ്ടർ വിൽ ഇറേസ് ഫിയർ ഫ്രം യുവർ ഹാർട്ട്. പൂർണ്ണമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് സ്തെഫാനോസ് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ആത്മാവും ദേഹവും സമ്പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ആദ്യം സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവരിൽ നിന്ന് ഭയം മാറി. ഹല്ലേലൂയ. കാരണം എന്നറിയാമോ? അവനെ പൂർണ്ണമായി ദൈവകൃപ പൊതിഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ, ഈ നൂറ്റാണ്ടുകളിൽ, ഇന്നും ഈ കാലഘട്ടങ്ങളിലും അനേക ഭക്തന്മാർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പീഡനമേൽപ്പിക്കേൽക്കുന്നുണ്ട്. അനേകരും മരണത്തെ മുഖാമുഖം കാണുന്നുണ്ട്. അനേകർ രക്തസാക്ഷികളാകുന്നുണ്ട്. പലപ്പോഴും നിങ്ങളും ഞാനും അത്ഭുതപ്പെടാറുണ്ട്, ഇവർക്ക് എങ്ങനെ ഭയമില്ലാതെ മരണത്തിന് കൊടുക്കാൻ പറ്റുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവർ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ അവരെ മൂടും. പ്രൈസ് ഗോഡ്. നമ്മൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ജീവിതം ഇപ്പോഴും നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കുക, നമ്മുടെ ജീവിതത്തെ നമ്മൾ നിയന്ത്രിക്കുക, നമ്മുടെ ജീവിതത്തെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, എന്റേതല്ല കർത്താവേ, അങ്ങയുടെ പ്രോപ്പർട്ടിയാണ്, സൂക്ഷിക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നത് അങ്ങയുടെ ഹിതമാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ ഭയമുണ്ടാകത്തില്ല. കർത്താവിന്റെ കൃപ നമ്മളെ മൂടും, കർത്താവിൻ്റെ കൃപ നമ്മളെ സൂക്ഷിക്കും. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, ഈ അനസ്തേഷ്യ എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. ജനറൽ അനസ്തേഷ്യ ഉണ്ട്, ലോക്കൽ അനസ്തേഷ്യ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പേഷ്യൻ്റ് സർജറിക്ക് വേണ്ടി കയറുമ്പോൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അതിനെക്കുറിച്ച്. എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്നൊരു ചിന്ത ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക. ഒരു പേഷ്യൻറ്റിനെ സർജറിക്ക് വല്ലതും കൊണ്ടുപോകാമെന്ന് വെച്ചു, അത് ചെറിയ സർജറി ആയിക്കോട്ടെ, വലിയ സർജറി ആയിക്കൊള്ളട്ടെ. വലിയ സർജറി ആണെന്നുണ്ടെങ്കിൽ ജനറൽ അനസ്തേഷ്യ കൊടുക്കും, മൊത്തമായിട്ട് മയക്കും. ലോക്കലായിട്ട് ചെറുത് വല്ലതും വന്നെങ്കിൽ ഈ പല്ലിൻ്റെ കാര്യങ്ങളോ മറ്റെന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്രയും ലോക്കലായിട്ട് ആ ഭാഗം മാത്രം ഒരു മരവിപ്പിക്കും, ഇല്ലേ, അനസ്തേഷ്യ കൊടുക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അനസ്തേഷ്യ ഒരാൾക്ക് കൊടുത്തിട്ട് സർജറി ചെയ്യുമ്പോൾ ആ ശരീരത്തിലൊന്നും അല്ലേ ചെയ്യുന്നത്, അതേ ശരീരത്തിലാണ് ചെയ്യുന്നത്. പിന്നെ എന്താ ആ വ്യക്തി അറിയാത്തത്? ആ വ്യക്തി ആ അനസ്തേഷ്യയുടെ കൺട്രോളിനകത്ത് വന്നു, പൊതിഞ്ഞു. അനസ്തേഷ്യയുടെ ഇഫക്റ്റ്
എനിക്കറിയില്ലത് അത് മെഡിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുവാൻ, അതിൻ്റെ ആ വർക്ക്, അതിൻ്റെ സ്ട്രാറ്റജി, അതിൻ്റെ ഫിസിക്സ് എനിക്ക് പറയുവാനായിട്ട് അറിയത്തില്ല. ഹല്ലേലൂയ. ആ അനസ്തേഷ്യയുടെ പവറിനകത്ത്, അതിൻ്റെ ഇൻഫ്ലുവൻസിനകത്ത് ഈ ബോഡി ആയി കഴിയുമ്പോൾ ആ ബോഡിയിൽ എന്ത് ചെയ്താലും ആ വ്യക്തി അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഉറക്കം ഉണർന്നവനെ പോലെ ഉണരും, ഇല്ലേ? ദൈവത്തിൻ്റെ കൃപ നമ്മളെ പൊതിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പോലും അറിയത്തില്ല നമ്മുടെ ചുറ്റും എന്താ സംഭവിക്കുന്നത്, നമ്മളിൽ എന്താ സംഭവിക്കുന്നത്. ആത്മീകാർത്ഥത്തിൽ പറഞ്ഞാൽ മനസ്സിലാക്കണമേ ദൈവമക്കളെ, ആ ദൈവത്തിൻ്റെ കൃപ പൊതിയുന്ന ഭക്തന്മാരാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. അവർക്ക് ഭയമില്ല, നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് അവരുടെ വിഷയമല്ല. കാരണം അവരെ പൂർണ്ണമായി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുക. ഈ പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതാ. പ്രൈസ് ഗാഡ്. എന്നാൽ അവിടെ വന്ന ജനത്തെ ഒന്ന് നോക്കിക്കേ, നിങ്ങൾ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. അവർ ദൈവമക്കളാന്ന് പറയുന്നവരാ. ഇപ്പോഴവരുടെ മുഖം നോക്കി അവർ ക്രൂരന്മാരാണ്. അവരുടെ കൈകളിൽ കല്ല. ഇന്നലെ വരെ അവരുടെ സഹോദരനായിരുന്നവനാണ് സ്തേഫാനോസ്. അവരുടെ കൂടെ പഠിച്ചു വളർന്നവനാണ്, ജനിച്ചു വളർന്നവനാണ്. അവരുടെ സിനഗോഗിൽ അവരോട് ഒന്നിച്ചിരുന്ന് ന്യായപ്രമാണം കേട്ടവരാണ്. ഇന്ന് അവരൊരു പുതിയ വിശ്വാസത്തിലേക്കായി എങ്കിൽ തന്നെയും ഇന്നലെ വരെ അവരുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്നു സ്തേഫാനോസ്, അല്ലേ? ഒരൊറ്റ നിമിഷം കൊണ്ട് അവരത് മറന്നു. അവനവർക്ക് ശത്രുവായി തീർന്നു. അവരുടെ ഹൃദയത്തിലുള്ളത് അതിൽ പുറത്തേക്ക് വരികയാ. അവർ സമർപ്പിക്കപ്പെട്ട ജീവിതമല്ല അവരുടേത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്കും നിങ്ങൾക്കും സ്വർഗം തന്നിരിക്കുന്ന കാഴ്ച നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് ലഭിച്ചു വന്നിരിക്കുകയില്ല. പലരും നമ്മൾക്ക് പ്രതികൂലമായി തീരുമ്പോൾ, പലരും നമ്മളെ ഉപദ്രവിക്കുവാനായിട്ട് അടുക്കുമ്പോൾ, പലരും നമ്മുടെ നിസ്സഹായാവസ്ഥയെ തിരിച്ചറിയുവാനിടയാകാതെ, നമ്മുടെ ഇന്നസെൻസ് അല്ലെങ്കിൽ നമ്മുടെ നിരപരാധിത്വം മനസ്സിലാക്കുവാനൊക്കെ ഒന്നും തയ്യാറാകാതെ നമുക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ദൈവം എനിക്ക് കാണിച്ചു തന്ന പലതും അവർക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ബിക്കോസ് ഓഫ് ദെയർ സ്റ്റബൺനെസ്. അവരുടെ മത്സരബുദ്ധി കൊണ്ട്, അവർ ദൈവത്തെ വെറുപ്പിച്ചത് കൊണ്ട്, ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട്, ദൈവത്തെ സ്നേഹിക്കാത്തത് കൊണ്ട് അവർ പലതും കണ്ടിട്ടില്ല. അതൊക്കെ കാണുവാനുള്ള കൃപ എനിക്ക് തന്നു, അതിന് ഞാൻ സമർപ്പിക്കുക. അതുകൊണ്ടാണ് സ്തേഫാനോസ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്: കർത്താവേ, ഇവരുടെ പാപം അവർക്ക് കണക്കിടരുതേ. കാരണം എന്താണെന്നറിയാമോ? അങ്ങേ അറിയുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. സ്വർഗം എനിക്ക് അവിടുന്ന് കാണിച്ചു തന്നു. ഈ നിമിഷം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെയാണെന്നുള്ള ശ്രേഷ്ഠവേറിയ മഹത്വത്തിന്റെ ജീവിതം അങ്ങനെക്ക് വെളിപ്പെടുത്തി തന്നു. പക്ഷേ ഇവർക്കത് കിട്ടിയിട്ടില്ല. അവരോട് ക്ഷമിക്കണമേ. ഇത് തന്നെ ആ കാൽവറി ക്രൂശിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയായിക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ. ഫാദർ ഫോർഗീവ് ദം ഫോർ ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. ഇതാ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളോടുള്ള ആറ്റിറ്റ്യൂഡ്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? നമുക്കതൊന്നും ചിന്തിക്കാൻ സമയമില്ല. അവരെന്ത് ഇങ്ങോട്ട് ചെയ്യുന്നു അതിനേക്കാൾ ശക്തിയിൽ നമ്മൾ തിരിച്ചങ്ങോട്ട് ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെട്ട ജീവിതമല്ല, കർത്താവിന് കൊടുത്ത ജീവിതമല്ല, കർത്താവിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ച ജീവിതമല്ല. അവരെ പോലെ നമ്മളും ജഡത്തിൽ ജീവിക്കുന്നവരാണ്. പ്രൈസ് ഗോഡ്. നമ്മൾ മനസ്സിലാക്കണമേ. ഒരു കാര്യം കൂടെ ചിന്തിച്ചേ, സമർപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ പ്രത്യേകത. ഈ പ്രതികൂലങ്ങൾ, ഞാൻ ഈ വാക്യം ഒന്ന് കേൾക്കട്ടെ. 54 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്ക നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന് നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രതികൂലമായി ജനം മുഴുവനും, ഒരു ദേശം മുഴുവനും അവനെതിരെ വരികയാണ്. അവൻ അനുകൂലമായി സംസാരിക്കുവാൻ ഒരൊറ്റ വ്യക്തിയുമില്ല. അവൻ ചുറ്റുപാടും നോക്കി, എല്ലാവരുടെയും മുഖത്ത് രൗദ്രഭാവമാണ്, പ്രതികൂല ഭാവമാണ്. ഇവിടെ പറയുന്നതെന്നറിയാമോ? അവർ ചെവി പൊത്തി എന്ന് പറഞ്ഞാൽ അവർക്കിനി ഒരു നിമിഷം പോലും ഇവൻ പറയുന്നത് കേൾക്കണമേ സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ ആലോചന നമ്മൾ കേൾക്കുമ്പോൾ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഒന്ന്, ആ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പുറത്ത് നമ്മൾ കൈകൊണ്ട് ചെവി പൊത്തിയില്ലെങ്കിലും നമ്മുടെ അകത്ത് നമ്മൾ കൈകൊണ്ട് ചിലർ ചെവി പൊത്തും. എനിക്കിത് കേൾക്കണ്ട. That is called rebelling with God's word. Rebelling with God's counsel. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇവരുടെ ഹൃദയം കഠിനപ്പെട്ടതുപോലെ നമ്മുടെ ഹൃദയവും കഠിനപ്പെടും.
ഇതൊന്ന്. രണ്ടാമത്തേത് എന്തെന്നറിയാമോ? ദൈവത്തിന്റെ ആലോചന നമ്മൾ കേൾക്കുമ്പോൾ, ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ ഇടപെടുമ്പോൾ, ചില വിഷയങ്ങളെ കുറിച്ച് കർത്താവ് വ്യക്തമായി നമ്മളോട് സംസാരിച്ച് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റം ആവശ്യമുണ്ടെന്ന് നമ്മളോട് കൽപ്പിക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ നെടുംപാട് വീണ്, കർത്താവേ, ഇത് മറ്റാർക്കുമുള്ള വചനമല്ല, ഇത് എനിക്ക് വേണ്ടി എന്നെ മാറ്റുവാൻ തക്കവണ്ണം എന്നോട് സംസാരിക്കുന്ന വചനമാണെന്ന് പറഞ്ഞ് അവിടുത്തെ സന്നിധിയിൽ മുഴങ്കാൽ വീഴും. ആത്മീയമായ ഭാഷയല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഭൗതികമായിട്ട് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും ഒരു പക്ഷേ മുഴങ്കാലിൽ വീഴാൻ പറ്റത്തില്ലായിരിക്കാം. ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറയുന്നത്. ഇത് തന്നെയാണ് നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ദാവീദിന്റെ പാപത്തെക്കുറിച്ച് അവന് ബോധ്യം വരുത്തുമ്പോൾ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ഇതാ രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ്. അങ്ങനെയുള്ളവരാ വിടുവിക്കപ്പെടുന്നത്. അങ്ങനെയുള്ളവരുടെ രക്ഷയാ പൂർത്തീകരിക്കപ്പെടുന്നത്. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് തന്റെ കൃപയിലേക്ക് കൊണ്ടുവന്ന് നാളെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നത്. മറ്റുള്ളവര് കഠിന ഹൃദയരായി ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും ശത്രുക്കളായി തീരും. ഹല്ലേലൂയ. അനേക ശത്രുക്കളായവർ, ദൈവരാജ്യത്തിന് ശത്രുക്കളായ അനേകർ ദൈവസഭയുടെ മധ്യത്തിൽ ഇരിപ്പുണ്ട്. മനസ്സിലാക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് ശത്രുക്കളായ അനേകർ ദൈവസഭകളുടെ മധ്യത്തിൽ ഇരിപ്പുണ്ടെന്ന്. അവർ കേൾക്കുന്ന വചനത്തോടൊക്കെ അവർ റിബൽ ചെയ്യും. അവർ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില വചനങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു പേജുകൾ മാറ്റി വേറൊരു വചനത്തിലേക്ക് പോകും. കാരണം എന്തെന്നറിയാമോ? ആ വചനത്തിൻ്റെ മുമ്പിൽ കീഴ്പ്പെടുവാനോ, തൻ്റെ കയ്യിലിരിപ്പ് മാറ്റുവാനോ, ചിലരോട് പോയി ക്ഷമ പറയുവാനോ, ചിലരുടെ മുമ്പിൽ താണു കൊടുക്കുവാനോ, ചിലതിനെ സ്വീകരിക്കുവാനോ, ചിലതിനെ അംഗീകരിക്കുവാനോ അവർക്ക് കഴിയാതെ വരുന്നു. ഇവിടെ നോക്കിക്കേ സഹോദരങ്ങളെ, ഇവിടെ സംഭവിച്ചതാ. സ്തെഫാനോസ് അവരോട് അവർ ചെയ്ത ക്രൂരതകൾ ദൈവസന്നിധിയിൽ നിന്ന് എത്രമാത്രം അവർ അകന്നുപോയി എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവരുടെ ഹൃദയം കഠിനപ്പെട്ടു. കാരണം എന്നറിയാമോ? ആ വചനം ഏറ്റെടുക്കുന്നതിന് പകരം അവർ ആ വചനത്തോട് റിബൽ ചെയ്തു. നമ്മൾ മറന്നു പോകാതെ. എന്താ സ്തെഫാനോസ് ചെയ്തത്? സ്തെഫാനോസ് അവിടെ ചെയ്തത് എന്തെന്ന് ചോദിച്ചാൽ, അവൻ മുട്ടുകുത്തി. ഹല്ലേലൂയ. അവനവിടെ മുട്ടുകുത്തി. 60-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനോ മുട്ടുകുത്തി. He knelt down. Hallelujah. This is the sign of a surrendered life. നിനക്കെതിരെ എല്ലാം പ്രതികൂലമായി തീരുമ്പോൾ, നിനക്കെതിരെ ശത്രുക്കൾ വർദ്ധിക്കുമ്പോൾ, നിന്നെ ആരും കേൾക്കാതെ വരുമ്പോൾ, നീ പറയുന്ന സത്യത്തിന് ചെവി കൊടുക്കാതെ നിന്നെ ശത്രുവായി ലോകം കാണുമ്പോൾ, നീ ചെയ്യേണ്ടത് മനുഷ്യന്റെ മുമ്പിലല്ല മുട്ടുകുത്തേണ്ടത്, ദൈവത്തിന്റെ സന്നിധിയിൽ നീ മുട്ടുകുത്തണം. നിന്നെ വിളിച്ചു വേർതിരിച്ച, നിന്നെ വീണ്ടെടുത്ത, നിന്നെ വേലയേൽപ്പിച്ച, നിന്നെ ശബ്ദം കേൾപ്പിച്ച ദൈവസന്നിധിയിൽ നീ മുട്ടുമടക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്ന ഒരു വ്യക്തി മനുഷ്യന്റെ സന്നിധിയിൽ കരയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്ന ഒരു വ്യക്തി ലോകത്തിൽ ഒരു മനുഷ്യന്റെയും ഒരു മാനുഷിക അധികാരത്തിന്റെയും മുമ്പിൽ മുട്ടുകുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ എന്തായി ഭക്തൻ ചെയ്തത്? അവൻ മുട്ടുകുത്തി. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിലായിക്കൊള്ളട്ടെ, ഈ നാളുകളിലായിക്കൊള്ളട്ടെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ when things go wrong, when you are misunderstood, when people take you for a ride, when things are taken for granted, when someone despise you, reject you, when you are put to trial, do you do this thing? Do you kneel down before God? ദൈവസന്നിധിയിൽ നീ നിന്റെ ജീവിതത്തെ സമർപ്പിച്ച് നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ അത്ഭുതം സംഭവിക്കും. എന്താണെന്നറിയാമോ? ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. അവൻ മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്നെ അറിഞ്ഞില്ല എന്താ ചെയ്തത്. അവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയാണ്. അത് മാത്രമല്ല, ഇവിടെ അവനൊരു വാക്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? അവൻ മരിക്കുക എന്നല്ല പറഞ്ഞത്. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു. നോക്കി, എന്താണെന്നറിയാമോ? അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അവൻ മരിച്ചു എന്നല്ല പരിശുദ്ധാത്മാവ് എഴുതിയത്. കാരണം ഒരു ദൈവ പൈതലും മരിക്കത്തില്ല, ദൈവ പൈതലും നിദ്ര പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവ പൈതൽ ഉറങ്ങുകയാ, നീ മരിക്കുകയല്ല. നീ ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നീ മരിക്കുകയല്ല, പിന്നെയോ നീ യേശുവിന്റെ കൈകളിൽ ഉറങ്ങുകയാ ചെയ്യുന്നത്. മറന്നുപോകരുത്.
നീ മരിക്കത്തില്ല, നീ ഉറങ്ങുകയാ. എന്തിനെന്നറിയാമോ? ഏത് ദിവസം നമ്മൾ ഉറങ്ങിയാലോ, ഏത് രാത്രി നമ്മൾ ഉറങ്ങിയാലോ, നമ്മൾ ഉണരുന്ന ഒരു സമയമുണ്ടല്ലേ. നമ്മൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പകൽ വന്ന് കിടന്നുറങ്ങിയാലും ഹല്ലേലൂയ ഒരു കുറച്ച് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മൾ ഉണരും. നമ്മൾ സന്ധ്യയ്ക്കോ രാത്രി ഏത് മണിക്ക് കിടന്നുറങ്ങിയാലും നേരം വെളുക്കുമ്പോൾ നമ്മൾ ഉണരും. കാരണം നേരം വെളുക്കുമ്പോൾ ഉണരുന്നു എന്നുള്ളത് നമ്മൾ ഉറങ്ങി എന്നുള്ളതിന്റെ തെളിവാണ്. ഒരു ദൈവ പൈതലും മരിക്കത്തില്ല, അവൻ ഉറങ്ങും. കാരണം കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്ന സമയം നീ ഉറക്കമുണർന്ന് കർത്താവിനെ എതിരേൽക്കാനായി ദൈവസഭയോടുകൂടെ ഉന്നതങ്ങളിലേക്ക് എടുക്കപ്പെടും. ഇവിടെ ഈ ഭക്തൻ ഉറങ്ങി. കാരണം എന്താണെന്നറിയാമോ? അവന്റെ ജീവിതം ഒരു സമർപ്പിക്കപ്പെട്ട ജീവിതമാണ്. ഹല്ലേലൂയ. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. To be totally surrendered means laying down every burden, fear, plan and desire at God's feet without demanding our own outcome. ഇങ്ങനെ ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ് ദൈവത്തോട് ആലോചന നമ്മൾ അങ്ങോട്ട് കൊടുക്കാതെ നമ്മുടെ ഭാവി, നമ്മുടെ പദ്ധതി, നമ്മുടെ ഭയം, നമ്മുടെ ആകുലത, നമ്മുടെ വേദന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കട്ടെ എന്ന് പറയുന്നതാണ് സമർപ്പിക്കപ്പെട്ട പ്രാർത്ഥന. Surrendered prayer. A surrendered heart does not walk away when answers are delayed. Instead, it remains faithful, knowing that God's timing is never too late, nor too early, and His plans are always higher than our understanding. ഒരു സറണ്ടേർഡ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ, ഒരു സമർപ്പിക്കപ്പെട്ട ഹൃദയം എന്ന് പറഞ്ഞാൽ, ഉത്തരം വൈകുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ഓടി അകലുന്ന ഒരു ഹൃദയമല്ല സമർപ്പിക്കപ്പെട്ട ഹൃദയം. സമർപ്പിക്കപ്പെട്ട ഹൃദയം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കർത്താവിനൊരു സമയമുണ്ട്. അത് താമസിച്ചു പോകുകയില്ല, അത് നേരത്തെയുമാകുകയുമില്ല. കാരണം എൻ്റെ ചിന്തകൾക്ക്, എൻ്റെ ധാരണകൾക്ക് എത്രയോ ഉയരത്തിലാണ് കർത്താവിനെക്കുറിച്ചുള്ള ആലോചന. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ. കർത്താവിൻ്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങൾക്ക് മേലെയാണ്, നമ്മുടെ ആലോചനകൾക്ക് മേലെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കർത്താവിന് ആലോചന കൊടുക്കാതെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ ഭയത്തെ, നമ്മുടെ ആകുലതകളെ, നമ്മുടെ പ്രതികൂലങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നിന്നുള്ള ഭയത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റും. പകരം കൃപ നമ്മളെ പൊതിയും. മുമ്പേ കേട്ടതുപോലെ ശരീരത്തിൻ്റെ മേലെ അനസ്തേഷ്യയുടെ വർക്ക് വരുന്നത് പോലെ കർത്താവിൻ്റെ കൃപ നമ്മളെ മൂടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. When someone is totally surrendered in prayer, fear begins to lose its power. Anxiety is replaced with peace, and confusion is replaced with confidence in God's direction. Surrender doesn't mean giving up. It means giving it over to the Lord's hands. Surrender means നമ്മുടെ വിഷയത്തെ മറക്കുക എന്നുള്ളതല്ല, വിഷയത്തെ ഞാൻ ഇനിയും പ്രാർത്ഥിക്കത്തില്ല എന്നുള്ളതല്ല. സറണ്ടേഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ സമർപ്പിക്കപ്പെട്ട പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു വിഷയം, പ്രാർത്ഥനാ വിഷയം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, ഇനി ഞാനത് പ്രാർത്ഥിക്കുന്നില്ല, അതല്ല അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. സമർപ്പിക്കപ്പെട്ട പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഗിവിങ് അപ്പ്, ഉപേക്ഷിച്ച പ്രാർത്ഥന എന്നല്ല. പിന്നെയോ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പ്രാർത്ഥന ഇനിയും പ്രാർത്ഥിക്കത്തില്ല എന്നുള്ളതല്ല. കർത്താവ് തന്നെ ഒരു പ്രാർത്ഥന 3 പ്രാവശ്യം പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് ഗെത്സമനയിൽ കാണാൻ പറ്റുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലൊക്കെ നമുക്കത് വായിക്കാം. ഹല്ലേലൂയ. പൗലോസ് പ്രാർത്ഥിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ആവർത്തിച്ച് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരേ വിഷയം പലതവണ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദൈവവചനത്തിൽ ഒരു തെറ്റുമില്ല. അതുമല്ല ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പോൾ സമർപ്പിക്കപ്പെട്ട പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഉപേക്ഷിക്കപ്പെട്ട പ്രാർത്ഥന എന്നല്ല. ഇനി ഞാനത് പ്രാർത്ഥിക്കത്തില്ല, കർത്താവ് നോക്കിക്കോളൂ എന്നുള്ളതല്ല. പിന്നെയോ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട പ്രാർത്ഥന എന്നതിൻ്റെ അർത്ഥം. ഞാൻ ആ പോയിൻ്റ് അവിടെ നിർത്തുകയാണ്. ഒന്നാമത്തെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? സ്റ്റീഫൻസ് പ്രയർ റിവീൽഡ് എ കംപ്ലീറ്റ് സറണ്ടർ. രണ്ടാമത്തെ പോയിൻ്റ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത് പ്രയർ റിവീൽസ് വാട്ട് ഫിൽസ് ദ ഹാർട്ട്. ഒന്നാമത്തെ പ്രാർത്ഥന സമർപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണ് നമുക്ക് മനസ്സിലാക്കി. രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ മധ്യത്തിലാണ് വെളിപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്താണ്. Prayer reveals what fills the heart. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ളത് എന്താണെന്ന് വെളിപ്പെടുന്നത് പ്രാർത്ഥനയിലാണ്. കാരണം എന്താണെന്ന് അറിയാമോ? When pressure comes, heart speaks. Praise God. ശരിയല്ലേ?
പ്രഷർ കംസ്. സമ്മർദ്ദം വരുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത് പുറത്തു വരുന്നത്. നമ്മൾ ദേഷ്യപ്പെടുന്നത് സമ്മർദ്ദത്തിലാണ്. മറ്റുള്ളവരെ കുറ്റം ആരോപിക്കുന്നത് സമ്മർദ്ദം വരുമ്പോഴാണ്, അല്ലേ? മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കുന്നത് സമ്മർദ്ദം വരുമ്പോഴാണ്. എല്ലാ ആവശ്യമില്ലാത്ത വാക്കുകളും പറയുന്നത് സമ്മർദ്ദം വരുമ്പോഴാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സമ്മർദ്ദം വന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും നല്ല കുഞ്ഞുങ്ങളാ, അല്ലേ? നമുക്കെപ്പോഴും പാട്ട് പാടാൻ പറ്റും, നമുക്കെപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റും, നമുക്കെപ്പോഴും പ്രസംഗിക്കാൻ പറ്റും, നമുക്ക് നല്ല പാട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ജീവിതത്തിലേക്ക് സമ്മർദ്ദം വരുമ്പോൾ, അതും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ, ആവശ്യമില്ലാതെ നമ്മൾ മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, നമ്മൾ when we are cornered, നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അന്നേരമാണ് വെളിയിൽ വരുന്നത്. ഹല്ലേലൂയ. Stephen knelt down. He prayed forgiveness for them. He prayed the same prayer that our Lord had prayed on the cross. മുമ്പേ പറഞ്ഞ ലൂക്കോസ് സുവിശേഷം 23-34 വാക്യത്തിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയുകയാൽ അവരോട് ക്ഷമിക്കണമേ. നമുക്ക് ചിന്തിക്കണമേ, കർത്താവിൻ്റെ പ്രാർത്ഥന പരിശുദ്ധാത്മാവ്, കാരണം പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് അവൻ സമർപ്പിച്ചു കൊടുത്ത ഒരു കാര്യം ഓർക്കണം. സ്തേഫാനോസ് ഒരു സെയിൻ്റായി തീർന്നത്, ഭക്തനായി തീർന്നത് ഈ കല്ലേറ് കൊണ്ടപ്പോഴല്ല കേട്ടോ. ചിലർ ചിന്തിക്കും ഏറങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഭക്തനായി തീർന്നു. അല്ല, അവൻ്റെ ജീവിതം പണ്ട് മുതലേ അങ്ങനെയായിരുന്നു. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ അറിഞ്ഞത് മുതലേ അവൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഭക്തി കൂടുന്നത്. നമ്മൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് ഭക്തി കൂടുന്നത്. നമ്മൾ പാട്ട് പാടുമ്പോഴാണ് ഭക്തി കൂടുന്നത്. ആരാധനയ്ക്ക് വരുമ്പോഴാണ് ഭക്തി കൂടുന്നത്. ദൈവമക്കളുടെ കൂടെ കൂടുമ്പോഴാണ് ഭക്തി കൂടുന്നത്. പക്ഷെ ദൈവമക്കളെ വിട്ടു കഴിയുമ്പോൾ, ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിയുമ്പോൾ, അടുത്ത വെളിയിലുള്ള ജോലി ചെയ്യുന്നിടത്ത് ഈ 6 ദിവസം ഉണ്ടല്ലോ, ഞായറാഴ്ച കഴിഞ്ഞുള്ള 6 ദിവസങ്ങൾ, അപ്പം നമ്മുടെ ഭക്തിയൊന്നും നമ്മളിൽ കാണത്തില്ല. Pressure, when pressure mounts, when I am pressured up, the real thing comes out. കാരണം എന്താണെന്നറിയാമോ? അതിനെ ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല. We are coming into the presence of God when our heart is exposed. ദൈവവചനത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 44-45 വാക്യങ്ങൾ. അവിടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പർവ്വത പ്രസംഗത്തിൽ തന്നെ കേട്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, പുരുഷാരത്തോട് പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിൽ തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. ദൈവത്തിൻ്റെ തിരുവചനമായത്. സ്തേഫാനോസിൻ്റെ ജീവിതത്തിൽ എന്ത് പറ്റിയെന്നറിയാമോ? ഈ വചനം അപ്പാടെ അവൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതപ്പെട്ടു. കർത്താവിൻ്റെ വചനം അവൻ്റെ ഹൃദയത്തിനകത്ത് എൻഗ്രേവ്ഡ് ആയി. ദീസ് വേഴ്സസ് വെയർ എൻഗ്രേവ്ഡ് ഓൺ ദ ടേബിൾസ് ഓർ ടാബ്ലറ്റ്സ് ഓഫ് ദ ഹാർട്ട് ഓഫ് സ്റ്റീഫൻ. സ്തേഫാനോസിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പന എഴുതപ്പെട്ടു. ആ കൽപ്പന അവിടെ കിടന്നതുകൊണ്ടാണ് പ്രതികൂലം വന്നപ്പോൾ ഇവിടെ പറയുന്നു, എന്താണെന്നറിയാമോ? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് മക്കളായി തീരണമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ചെയ്യുന്നത് പോലെ ചെയ്യണം. കാരണം നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി. അങ്ങനെ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. കാരണം എന്നാണെന്നറിയാമോ? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. കാരണം സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? അവൻ ദുഷ്ടന്മാരുടെ പേരും നല്ലവരുടെ പേരും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ പേരും നീതികെട്ടവരുടെ പേരും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നമുക്കറിയാം, ഈ ലോകത്തിലെ 99% കൂടുതൽ മനുഷ്യരും ദൈവത്തെ അറിയാത്തവരാ, അല്ലെങ്കിൽ വേണ്ടും വണ്ണം അറിയാത്തവരാ. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന അഗ്നോസ്റ്റിക്സ് ഉണ്ട്, വേറെ രൂപങ്ങൾ വെച്ചിട്ട് ദൈവമാണെന്ന് പറയുന്നവരുണ്ട്, ഏതായാലും ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നോസ്റ്റിക്സ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടെ കൂട്ടിയാൽ ഒരു 99% പേരും ഈ ഗ്രൂപ്പിലുള്ളവരാ. വേണ്ടും വണ്ണം പ്രമാണപ്രകാരം ദൈവം കാണിച്ചു തന്ന പ്രകാരം ദൈവത്തെ അറിയാത്തവർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്വർഗത്തിൽ നിന്ന് ദൈവം മഴയെ അയക്കുമ്പോൾ, ഈ ഭൂമിയിലെ കാലാവസ്ഥ ദൈവം നിയന്ത്രിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്കറിയാം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം മിസ്രൈമിലേക്ക് ബാധകളെ ദൈവം അയച്ചപ്പോൾ ഒരു ദേശത്ത് മാത്രം ബാധകൾ എത്തിയില്ല. ഏതാണെന്നറിയാമോ? ഗോശൻ ദേശം.
മിസ്രൈമിലേക്ക് വന്ന് യാക്കോബും യാക്കോബിന്റെ മക്കളും എല്ലാവരും കൂടി അവിടെ താമസിക്കുമ്പോൾ ഇസ്രായേൽ ജനം പാർത്ത ഗോശൻ ദേശത്ത് ദൈവം ബാധകളെ അയച്ചില്ല. കാരണം തൻ്റെ ജനം വസിക്കുന്ന ദേശമാണ്. അവിടെ അവൻ വെളിച്ചമൊക്കെ കൊടുത്തു. അവിടെ പ്രതികൂലങ്ങൾ വന്നില്ല. ബാക്കി എല്ലായിടത്തും പ്രതികൂലങ്ങൾ വന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് പറയുക. When he sends forth his rain, hallelujah, ദൈവം തന്നെ മഴ അയക്കുമ്പോൾ, ദൈവം തൻ്റെ സൂര്യനെ ആകാശത്തിൽ ഉദിപ്പിക്കുമ്പോൾ തൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണോ അവനത് ചെയ്യുന്നത്? അല്ല, നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും അവൻ ഒരുപോലെ ചെയ്യുന്നു. അവനവിടെ ശത്രു ആരെന്ന് നോക്കുന്നില്ല, മിത്രമാരെന്ന് നോക്കുന്നില്ല, തൻ്റെ മക്കളാരെന്ന് നോക്കുന്നില്ല, തന്നെ ഹല്ലേലൂയ തനിക്കെതിരെ നിൽക്കുന്ന തന്നെ ദുഷിക്കുന്നവരാരെന്ന് ദൈവം നോക്കുന്നില്ല. എല്ലാവർക്കും ഒരുപോലെ അവൻ നന്മ കൊടുക്കുന്നു. കാരണം അവൻ നന്മയുള്ള ദൈവമാണ്. ഇവിടെ വചനത്തിൽ പറയുകയാണ്, ആ പിതാവിന് നിങ്ങൾ മക്കളാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം. ഇത് സ്തെഫാനോസിൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടതുകൊണ്ടാണ് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചതും തൻ്റെ ശത്രുക്കളെ അവൻ ആ മരണത്തിൻ്റെ സമയത്ത് സ്നേഹിച്ചതും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹൃദയത്തിലുള്ളത് എന്തെന്ന് പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നത് അങ്ങനെയാണ്. നമ്മൾ ഈ കേൾക്കുന്ന വചനമൊക്കെ എവിടെയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് അറിയാമോ? ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിലാണ് ടെസ്റ്റഡ് ആകുന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കാതെ വരുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളോട് മുഖം തിരിക്കുമ്പോൾ, നമ്മളെക്കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞു വരുമ്പോൾ, നമ്മളെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾക്കെതിരെ എപ്പോഴും നിന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെയാണ് നമ്മൾ കേട്ട വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ. അവർ ചെയ്യുന്നത് പോലെ നമ്മൾ തിരിച്ചു ചെയ്യുകയാണെങ്കിൽ പിന്നെ എങ്ങനെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി നമ്മൾ മാറും? പിന്നെ എങ്ങനെ ഈ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. ലൂക്കോസിന് ശേഷം 6:45 മനോഹരമായൊരു വാക്യം പറയുന്നുണ്ട്. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിനകത്തുള്ളതാണ് വെളിയിലേക്ക് വരുന്നത്. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ 6-ാം അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, സന്നിധി സംഘത്തിൽ നിന്നുകൊണ്ടാണ് സ്തെഫാനോസ് സംസാരിക്കുന്നത്. മൂപ്പന്മാരുടെയും പുരോഹിതന്മാരുടെയും ഒക്കെ മുമ്പിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം. നമ്മുടെ 6-ാമത്തെ അവസാനത്തെ വാക്യം. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. ദൈവദൂതൻ്റെ മുഖം പോലെ കാണണമെങ്കിൽ ദൈവദൂതൻ്റെ ഹൃദയം പോലുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. കാരണം വചനം പറയുന്നു, ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. ഹല്ലേലൂയ. അത് മാത്രമല്ല, നമ്മൾ ലോകത്തിൽ പറയാറുണ്ട്, മുഖമെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ്. ഹാർട്ട് റിഫ്ലെക്ട്സ് ടു ദ ഫേസ്. ഹല്ലേലൂയ. ദൈവദൂതൻ്റെ മുഖം പോലെ അവൻ്റെ മുഖം അവർ കണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവദൂതൻ്റെ ഹൃദയം പോലെ അവൻ്റെ ഹൃദയം നിർമ്മലമായിരുന്നു. അവൻ്റെ ഹൃദയത്തിലുള്ളതാണ് പുറത്തേക്ക് വന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പറഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രഷർ മൗണ്ടപ്പ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത്. ഹിസ് പ്രേയേഴ്സ് എക്സ്പോസ്ഡ് ദ കണ്ടീഷൻ ഓഫ് ഹിസ് സോൾ. The crowd was filled with anger. ഈ പുരുഷാരം കോപം കൊണ്ട് നിറഞ്ഞു. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ ഹൃദയം മുഴുവനും കോപമായിരുന്നു. എന്നാൽ ഇവിടെയോ സ്തെഫാനോസ് കരുണ കൊണ്ട് നിറഞ്ഞു. അവൻ്റെ ഹൃദയം മുഴുവനും കരുണയായിരുന്നു. ഹല്ലേലൂയ. Praise the Lord. What fills a person in private will eventually appear in his crisis. ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ അവൻ്റെ ഹൃദയത്തിൽ നിറയുന്നതൊക്കെയാണ് ഒരു ക്രൈസിസിൻ്റെ മധ്യത്തിൽ, ഒരു പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ അവരിൽ നിന്ന് വെളിപ്പെടുന്നത്. അല്ലാതെ അന്നേരം ഡെവലപ്പ് ചെയ്യുന്നതല്ല സഹോദരന്മാരെ. ഹല്ലേലൂയ. എനിക്കതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, നമ്മുടെ സമയം മുന്നോട്ട് പോകുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ഞാനത് പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ദ ഹാർട്ട് ഈസ് എക്സ്പോസ്ഡ്. ഹല്ലേലൂയ. In the presence of God, his heart is exposed. ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ കണ്ടീഷൻ വെളിപ്പെടുന്നത് പ്രാർത്ഥനയിലാണ്. ഹല്ലേലൂയ.
ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അത് പബ്ലിക്കിലുള്ള പ്രയർ ആയിക്കോട്ടെ, സ്വകാര്യമായിട്ടുള്ള പ്രാർത്ഥന ആയിക്കോട്ടെ, ആ പ്രാർത്ഥനാ ശൈലിയിൽ, ആ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണോ, അതോ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തോടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണോ, ഒരു സംസാരമാണോ, ഒരു സംഭാഷണമാണോ എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്ന റിച്വലായിട്ട് തീരുന്നതിൻ്റെ കാരണം എന്നറിയാമോ? അകത്ത് നിന്ന് നമ്മുടെ ആത്മാവിന് ദൈവത്തോടൊരു കണക്ഷൻ ഇല്ല. നമ്മുടെ ഒറ്റ ഷൂ തന്ന് തുടങ്ങി ഷൂ തങ്ങ് തീർക്കും. പറഞ്ഞത് എന്താ നമുക്കും പിടിയില്ല, കേട്ടത് എന്താണെന്ന് ദൈവത്തിനും പിടിയില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് എ കമ്മ്യൂണിക്കേഷൻ. Prayer has to be a communication. Each and every word has to be weighed up. ഓരോ വാക്കുകളും തൂക്കി നോക്കി സംസാരിക്കണം. ഒരു കൊച്ചു കുഞ്ഞിനോട് നമ്മൾ സംസാരിക്കുമ്പോഴായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പ്രായമുള്ളവരോട് സംസാരിക്കുമ്പോഴായിക്കൊള്ളട്ടെ, സമൂഹത്തിൽ നിലയും വിലയുമുള്ളവരോട് സംസാരിക്കുമ്പോഴായിക്കൊള്ളട്ടെ, നമ്മുടെ ഓഫീസിലുള്ള മാനേജേഴ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഓണേഴ്സിനോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ നമ്മൾ തൂക്കിയല്ലേ സംസാരിക്കുന്നത്? നമ്മൾ സൂക്ഷിച്ചല്ലേ സംസാരിക്കുന്നത്? കേൾക്കുന്ന വ്യക്തിയുടെ മാനമനുസരിച്ച്, അധികാരമനുസരിച്ച്, നിലവാരമനുസരിച്ച് നമ്മുടെ വാക്കുകളുടെ എണ്ണം കുറയും. നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ ചിലപ്പം 5 മിനിറ്റ് കൊണ്ട് 500 വാക്കുകൾ പറഞ്ഞു തന്നിരിക്കും. എന്നാൽ ഈ രാജ്യത്തെ രാജാവുമായിട്ട് സംസാരിക്കാനാണ് നമ്മൾ പോകുന്നതെങ്കിൽ 2 മണിക്കൂർ തന്നാലും നമ്മൾ ചിലപ്പം 50 വാക്കേ സംസാരിക്കത്തുള്ളൂ. കാരണം എന്നറിയാമോ? ആ വ്യക്തിയുടെ നിലയും വിലയും അനുസരിച്ച് നമ്മുടെ വാക്കുകൾ കുറയും. നമ്മുടെ വാക്കുകൾ ആലോചിച്ച് സംസാരിക്കും, സമയമെടുത്ത് സംസാരിക്കും. ഞാൻ പറയുന്നത് ഇന്ന ആളോടാണെന്നുള്ള ബോധ്യത്തിൽ സംസാരിക്കും. ആ വാക്കുകൾ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കും. അതാ പ്രാർത്ഥനയുടെ വ്യത്യാസം. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ. പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ സത്യമാകണമെന്നില്ല. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പലപ്പോഴും ഹൃദയത്തിൽ സത്യമാകണമെന്നില്ല. കാരണം എന്നറിയാമോ? നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ കുറിച്ചുള്ളതാണ് നമ്മുടെ ബോധ്യമെങ്കിൽ. ഇന്ന് രാവിലെ ഒരാളോട് സംസാരിച്ചപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞത് ഇതാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കർത്താവാണെന്നുള്ള ബോധ്യം ആദ്യം നമുക്ക് വേണം. പിന്നീട് ചുറ്റുപാടുമുള്ള മനുഷ്യരെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരാം. അതെന്തിലും ആയിക്കൊള്ളട്ടെ, അത് ശുശ്രൂഷയുടെ മധ്യത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ വാക്കുകൾ സംസാരിക്കുമ്പോഴായിക്കൊള്ളട്ടെ, ഏത് കാര്യത്തിലും ഇടപെടലുകളും ആയിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിൻ്റെ, ഒരു ദൈവഭക്തൻ്റെ, ഒരു ദൈവദാസൻ്റെ, ഒരു ദൈവദാസിയുടെ ജീവിതത്തിൻ്റെ സ്റ്റൈൽ ഇതായിരിക്കണം. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ കർത്താവാണ് ആദ്യം. എൻ്റെ കർത്താവിന് പ്രസാദകരമാണോ ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ചെയ്യുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പറയുന്നത്? അത് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രസാദമാണോ എന്ന് ഞാൻ ചിന്തിക്കും. നാം ചിന്തിക്കാവൂ. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം മാറും. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ ബോധ്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ ആ ബോധ്യങ്ങളിൽ ജീവിക്കണം. മറ്റുള്ളവരുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മളെ കർത്താവ് വിളിച്ചെടുത്ത് നമുക്ക് എത്താൻ പറ്റത്തില്ല. കാരണം എന്തെന്നറിയാമോ? വി ഓൾ ഹാവ് ബീൻ ഗിവൺ എ യുണീക്ക് വേ. വി ഓൾ ഹാവ് ടു വർക്ക് വിത്ത് ഗോഡ് അലോൺ. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് ഓരോ ബോധ്യങ്ങൾ, ഓരോ വെളിച്ചങ്ങൾ തന്നിട്ടുണ്ട്. ദൈവവചനത്തിൽ ഓരോ ഉറപ്പുകൾ തന്നിട്ടുണ്ട്, ഓരോ കൺവിക്ഷൻസ് തന്നിട്ടുണ്ട്. വി നീഡ് ടു ലിവ് ഇൻ ദാറ്റ് കൺവിക്ഷൻസ്. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലും അത് പ്രതിഫലിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, prayer is also where our spiritual maturity is revealed. A matured heart does not only pray for comfort, success or escape from hardship. It seeks God's will even when it costs something. ഒരു മച്ചുവേർഡ്, ഒരു പക്വത വന്ന് ഒരു ഹൃദയം പ്രാർത്ഥിക്കുമ്പോൾ, പക്വത വന്ന് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അത് തരണേ, ഇത് തരണേ. ഞാൻ വ്യത്യാസം പറയാം. ഇതൊക്കെ പറയണമെങ്കിൽ നല്ല ഇല്ലുസ്ട്രേഷൻസ് പറയണം, നല്ല ഉദാഹരണങ്ങൾ പറയണം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ, 6 വയസ്സുള്ള ഒരു കുഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്ന് എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നത്? മാക്സിമം അവൻ ചോദിക്കുന്നത് എന്തായിരിക്കും? എനിക്ക് 2 ഐസ്ക്രീം വേണം, അല്ലെങ്കിൽ എന്നെ വൈകിട്ട് KFCയിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ചിക്കൻ കാല് വാങ്ങിച്ചു തരണം, അല്ലെ മക്ഡൊണാൾഡ്സിൽ പോയിട്ട് ബർഗർ വാങ്ങിച്ചു തരണം. ഒരു 6 വയസ്സുള്ള 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങളായി പറയുന്നത്. എന്നാൽ പക്വത വന്ന ഒരു മകനാണ്, മച്ചൂർഡായിരിക്കുന്ന പക്വത വന്ന ഒരു മകളാണ് നമ്മളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നത്? അതാണ് പക്വത വന്ന ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയും അപക്വതയുള്ള ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയും നമ്മളുടെ വ്യത്യാസം. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ചില കാര്യങ്ങൾ വേണം, ഇതൊന്നും എനിക്ക് വേണ്ട, ഇത് എന്നിൽ നിന്ന് മാറ്റണമേ, എന്നെ സൂചി കുത്തരുത്. എനിക്ക് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പറയുന്നില്ല, എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. ഒരു പനി വന്നു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ വാക്സിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി വാക്സിനേഷൻ വേണം, അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ വേണമെന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളെ കൈയും കാലും ഇട്ടടിക്കും. ഞാൻ വരത്തില്ല. പക്ഷെ പ്രായമുള്ള പക്വത വന്ന ഒരു കുഞ്ഞാണെങ്കിലും ഒരാളാണല്ലോ, ആ ആളിനറിയാം ഇതെനിക്ക് വേണ്ടിയുള്ളത്, എൻ്റെ ഗുഡിന് വേണ്ടിയുള്ളതാ.
നമ്മൾ നിർബന്ധിക്കുമൊന്നും വേണ്ട. പിന്നെ ഇഞ്ചക്ഷൻ കിട്ടുമ്പോൾ മയങ്ങി വീഴുന്നവരുണ്ട്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സെപ്ഷൻ. ഞാൻ അതല്ല പറഞ്ഞു, നോർമൽ അല്ലേ? എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ കർത്താവേ, എൻ്റെ ഈ സാഹചര്യങ്ങളല്ല, അങ്ങയുടെ ഹിതം എന്നിലേക്ക് നിറവേറട്ടെ. എനിക്കറിയാം അങ്ങയുടെ ഹിതം ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ വാക്കുകൾ അവിടെ നിർത്തുകയാണ്. മൂന്നാമത്തെ പോയിൻ്റ് പറഞ്ഞു നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത് നമ്മൾ കേട്ടത് സ്തേഫാനോസിൻ്റെ പ്രാർത്ഥന നമുക്ക് മനസ്സിലായി, സമർപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. രണ്ടാമത് നമുക്ക് മനസ്സിലായി സ്തേഫാനോസിൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ എന്തായിരുന്നു എന്നുള്ളത് വെളിപ്പെട്ടു. അവൻ്റെ അഭിനയമായിരുന്നില്ല. കുറച്ച് ദിവസം മാത്രമേ അവൻ ശുശ്രൂഷ ചെയ്തുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 6-7 അധ്യായങ്ങളെ മാത്രമേ അവനുള്ളൂ. കുറേ അത്ഭുതങ്ങളൊക്കെ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും വലിയ ശുശ്രൂഷ ഒന്നുമില്ല. പക്ഷെ അവൻ്റെ ജീവിതം എന്തായിരുന്നു എന്നുള്ളത് അവൻ്റെ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രാർത്ഥനയിലൂടെ മനസ്സിലാക്കണം നമ്മുടെ ജീവിതം എന്താണ്. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കുന്നത് സ്റ്റീഫൻ സോ ബിയോണ്ട് എർത്ത്ലി റിയാലിറ്റി. ഈ ഭൗമികമായ ലൗകികമായ ഈ ലോകത്തിലുള്ളതിനേക്കാൾ അധികം ഈ ലോകത്തിനപ്പുറം ഒരു സത്യമുണ്ടെന്ന്, ഒരു നിത്യതയുണ്ടെന്ന്, ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് സ്തേഫാനോസിന് മനസ്സിലായി എന്ന് അവൻ്റെ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാകും. Stephen saw beyond the earthly reality. Before praying, Stephen looked into heaven and saw Christ standing at the right hand of God. ഇവിടെ അതാ നമ്മൾ വായിച്ചത് 55-ാമത്തെ വാക്യത്തിൽ. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എല്ലാം തീർന്ന് ഞാൻ മരിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന നിമിഷത്തിൽ അവനൊരു യാഥാർത്ഥ്യം മനസ്സിലായി. ഇതിനപ്പുറത്തൊരു റിയാലിറ്റി ഉണ്ട്, ഇതിനപ്പുറത്തൊരു സത്യമുണ്ട്, ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ട്, ഇതിനപ്പുറത്തൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയപ്പോൾ അവൻ കണ്ടു സ്വർഗം തുറന്നിരിക്കുന്നതും യേശു കർത്താവ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും. ദൈവവചനത്തിൽ ഉടനീളം നമുക്ക് കാണാം, എത്രയോ ഇടങ്ങളിൽ എഴുതിയിരിക്കുന്നു പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് യേശു കർത്താവ് ഇരിക്കുന്നെന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു യേശു കർത്താവ് അവിടെ നിൽക്കുന്നെന്ന്. കാരണം എന്തെന്നറിയാമോ? സ്വർഗം പോലും നോക്കി നിൽക്കുക. ഇതുപോലൊരു മനുഷ്യനെ ഒരുപക്ഷെ കണ്ടിട്ടില്ല. ദൂതന്മാരൊക്കെ ശ്വാസമടക്കി താഴോട്ട് നോക്കുകയാ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ലോകം മുഴുവനും എതിരായപ്പോൾ, മതഭ്രാന്തന്മാർ എതിരായി നിൽക്കുമ്പോൾ, സത്യത്തിനു വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി ഇതാ ഒരു ബലഹീനനായ മനുഷ്യൻ വിട്ടുവീഴ്ചയില്ലാതെ തന്നെ ഏൽപ്പിച്ച വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് താൻ വിശ്വാസം പ്രസംഗിക്കുക മാത്രമല്ല, ആ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ച് തന്റെ ജീവിതം കൊണ്ട് കാണിക്കുകയാണ്, ഞാൻ പ്രസംഗിച്ചത് ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. അത് കണ്ടുകൊണ്ട് യേശു കർത്താവ് എഴുന്നേറ്റ് നിന്ന്. കാരണം എന്താണെന്നറിയാമോ? ഈ അടുത്ത നിമിഷം അവനെയും മഹത്വത്തിലേക്ക് കൈക്കൊള്ളാൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ഭൂമിയിൽ ചില ഭക്തന്മാർ മുട്ടുമടക്കുമ്പോൾ സ്വർഗം തുറക്കും. എന്റെയും നിന്റെയും പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാകണം, സ്വർഗത്തെ തുറക്കുന്ന പ്രാർത്ഥനയാകണം, സ്വർഗത്തെ ടച്ച് ചെയ്യുന്ന പ്രാർത്ഥനയാകണം. Each and every prayer we utter, we pray out, it must touch the realm of heaven, open heavens. ഇന്ന് മുതൽ നമ്മൾ അതിനാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഈ ഭൂമിയിലല്ല സംഭവിക്കേണ്ടത്, ഇൻവിസിബിൾ വേൾഡിൽ, അദൃശ്യമായ ലോകത്ത് ചില കാര്യങ്ങൾ സംഭവിക്കണം. അതാ വാർഫെയർ, സ്പിരിച്വൽ വാർഫെയർ, അതാ ആത്മീക യുദ്ധം എന്ന് പറയുന്നത്. Praise the Lord. A person who sees only earthly suffering will collapse under pressure. ഈ ഭൂമിയിലുള്ള കഷ്ടതകൾ മാത്രം നോക്കിയാൽ നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നീ കൊളാപ്സ് ആയി പോകും. But a person who sees eternal glory gains supernatural endurance. എന്നാൽ ദൈവം മഹത്വം കണ്ട ഒരു വ്യക്തി അമാനുഷികമായ എൻഡ്യൂറൻസ് എന്ന് പറയാൻ, അതിലൂടെ കടന്നു പോകുവാനുള്ള സഹിഷ്ണുത പ്രാപിക്കും. അതാ കർത്താവിനെ കണ്ട ഒരു വ്യക്തിയുടെ വ്യത്യാസം. ഹല്ലേലൂയ. Stephen's prayer came from a heavenly perspective. A Christian, hallelujah. നമുക്കറിയാം, ഈ ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഭക്തൻ നിദ്ര പ്രാപിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവൻ ഉണരാൻ പോകുന്നു എന്നുള്ളത് അതിൻ്റെ അർത്ഥം. അവൻ മരിച്ചു എന്നല്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് പേടി, നമ്മൾ ഈ മരണത്തെ പേടിക്കുന്നത് എന്താണെന്നറിയാമോ? വി തിങ്ക് ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ലോസ്.
ഒരുത്തൻ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കഥ കഴിഞ്ഞു. ഇനി അവൻ ഒരു രക്ഷയുമില്ല, എല്ലാം തീർന്നു. ഇന്ന് ഞാൻ ഒരാളോട് സംസാരിച്ച കൂട്ടത്തിൽ, മരണത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറയുമായിരുന്നു, ഞാൻ ഒത്തിരി പേരുടെ കാര്യങ്ങൾ ഞാനിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, അവരൊക്കെ കടന്നുപോയി. അപ്പോൾ എന്നോട് സംസാരിച്ച ആൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇനി നമുക്ക് അവരെ ആരെങ്കിലും കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഫെയ്ത്ത് ആൻഡ് ദെയർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസവും അവരുടെ വിശ്വാസവും അനുസരിച്ചിരിക്കും. അവർ വിശ്വാസത്തിലാണ് മരിച്ചതെങ്കിൽ, നീ വിശ്വാസത്തിലാണ് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടും. ഹല്ലേലൂയ. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, അവൻ മരിച്ചു എന്നല്ല, അവൻ ഇല്ലാതായി എന്നല്ല, പിന്നെയോ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ നിദ്ര പ്രാപിച്ചു. നമ്മൾ ആരിലൊക്കെ പറഞ്ഞില്ലേ, കുഞ്ഞെന്തിയെ, കുഞ്ഞ് ഉറങ്ങി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തോ? കുറെ കൂടെ കഴിയുമ്പോൾ ഉണരും. എന്തിയെ പിന്നെ ഹസ്ബൻഡ് എവിടെ പോയി? ആ പുള്ളിക്കാരനാ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നോ, ഇച്ചിരി ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങി. അതിൻ്റെ അർത്ഥം എന്തോന്നറിയാമോ? രാവിലെ വിളിച്ചാൽ മതി, പുള്ളിയെ സംസാരിക്കാൻ പറ്റും. ഇവിടെ പറയാ സ്തെഫാനോസ് ഉറങ്ങിയെന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്തെഫാനോസ് ഉണരും. ഈ സെമിട്രി എന്നുള്ള വാക്ക് എന്തോ വന്ന്, സെമിട്രി എന്നുള്ള വാക്ക് വന്നത് എന്താ, എവിടെ നിന്നാണെന്നറിയാമോ? സെമിട്രി എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് പ്ലേസ് എന്നാണ്. ഇത് വന്നത്, ഇറ്റ് കെയിം ഫ്രം ആൻ ഏൻഷ്യൻറ്റ് ഗ്രീക്ക് വേർഡ് കൊമിറ്റോറിയം. കൊമിറ്റോറിയം എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് പ്ലേസ് ഓർ സ്ലീപ്പിംഗ് ചേംബർ. കൊമിറ്റോറിയം, അതിൽ നിന്നാണ് സെമിട്രി എന്നുള്ള വാക്കുണ്ടായത്. അപ്പോൾ സെമിട്രി എന്നുള്ള വാക്ക് ഉറങ്ങാനുള്ള സ്ഥലമെന്ന്. അപ്പോൾ ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കും, ഒരു ഭക്തൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് ഉറക്കമാണ് എന്ന് പറഞ്ഞാൽ അവൻ ഉണരും. പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. എ റിയാലിറ്റി ബിയോണ്ട് ഡെത്ത്, എ റിയാലിറ്റി ബിയോണ്ട് ദ ഫിസിക്കൽ റെലം. ഈ ഭൗതികതയ്ക്ക് അപ്പുറം ഒരാത്മീയ ശ്രേഷ്ഠത, ആത്മീയ യാഥാർത്ഥ്യം. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ സഹോദരങ്ങളെ. ഹല്ലേലൂയ. A person who prays deeply begins to see beyond earthly reality, because prayer lifts the soul above what is temporal and connects it to what is eternal. പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് ഉയരത്തിലേക്ക് കൊണ്ടുപോയി സ്വർഗത്ത് നിന്ന് ഈ ഭൂമിയിലെ കാഴ്ചകളെ കാണുവാനുള്ള ഒരു കൃപ നമുക്ക് തരും. ഫ്രം എ ഹെവൻലി പെർസ്പെക്റ്റീവ്. അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വർഗത്തിലെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്, നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ സാരമില്ല. അപ്പോൾ വെളിപ്പെടുന്ന തേജസ്സിനെ കുറിച്ച് ആ ഭക്തന് ബോധ്യം വന്നതുകൊണ്ടാണ് ഈ ഭൂമിയിലുള്ള യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്തൊരു യാഥാർത്ഥ്യമുണ്ടെന്ന് ദൈവജനത്തെ ഓർമ്മിപ്പിച്ചത്. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. സഹോദരങ്ങളെ, കേൾപ്പിച്ച വചനത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യാം. ചില ശ്രേഷ്ഠമായ സത്യങ്ങൾ, ശ്രേഷ്ഠമേറിയ സത്യങ്ങൾ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കൊണ്ടുമഴയായി.